ഹായ് ഗൈസ്, അപ്പം കുറേ കാലമായി ഒരു ലോങ് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട്. അപ്പം നമുക്ക് വീണ്ടും ഞാൻ വിചാരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വീണ്ടും കണ്ടൻറ് അല്ലെങ്കിൽ റീസ്റ്റാർട്ട് ചെയ്യാമെന്നാണ്. പക്ഷേ പൊതുവേ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന കണ്ടൻറ്റുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, എൻ്റെ ഒരു രീതിയിലുള്ള കണ്ടൻറ്റ്സാണ് ഞാൻ അപ്ലോഡ് ചെയ്യാറ്. ആക്ച്വലി ഈ ഒരു സ്പോട്ട് അല്ലെങ്കിൽ ഇനി വരുന്ന ഒരു 3 ദിവസം ഞാൻ ഇടാൻ പോകുന്ന വീഡിയോസ് ആക്ച്വലി എൻ്റെ സ്പോട്ടേ അല്ല. ഞാൻ ആ ഒരു നീച്ച് അല്ല, അല്ലെങ്കിൽ അതല്ല എൻ്റെ നീച്ച് കുറച്ച് ഡിഫറെൻ്റ് ആണ്. കുറച്ചുകൂടി എന്താ പറയുക, എക്സ്പ്ലനേഷൻ വീഡിയോസാണ് ഞാൻ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നത്. ഫൈൻ, നമുക്കൊന്ന് സ്റ്റാർട്ടപ്പിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഞാൻ ചെയ്യുന്ന വർക്കൗട്ടിൻ്റെ വീഡിയോസ് നമുക്ക് പോസ്റ്റ് ചെയ്യാമെന്ന്. അപ്പോൾ ഞാൻ വീണ്ടും വർക്കൗട്ടിൻ്റെ വീഡിയോസ് ഞാൻ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. ഞാൻ ചെയ്യുന്ന കുറച്ച് വർക്കൗട്ടുകൾ, ഞാനൊരു ബെറ്റർ വർക്കൗട്ട് അല്ലെങ്കിൽ ഞാനൊരു അത്ലീറ്റാണെന്ന് ഞാൻ പറയാനില്ല. ബട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ എൻ്റെ ഒരു ബോഡിക്ക് താങ്ങാൻ പറ്റുന്ന ചില വർക്കൗട്ടുകൾ ഞാൻ ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ കറൻറ്റ്ലി ഹോസ്റ്റലിലാണ് നിൽക്കുന്നത്. അപ്പോൾ ആ ഹോസ്റ്റലിൽ നമുക്കൊരു ചെറിയൊരു സെക്ഷനുണ്ട്. കുറച്ച് വെയ്റ്റ്സും കുറച്ച് ബാർബെൽസും അതുപോലെ കുറച്ച് ഡംബൽസും കാര്യങ്ങളും ഉള്ള ഒരു സെക്ഷനുണ്ട് നമ്മുടെ ഹോസ്റ്റലിൻ്റെ ഒരു സൈഡിൽ. അപ്പോൾ അവിടെയാണ് ഞാൻ മെയിൻലി വർക്കൗട്ട് ചെയ്യാറ്. അപ്പോൾ ഇവിടെ ആക്ച്വലി ഞാൻ ഇന്ന് എൻ്റെ പുഷ് ഡേ ആണ്. അപ്പോൾ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന സ്പ്ലിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രോസെറ്റ് അല്ല, പകരം പുഷ് പുൾ ലെഗാണ് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന എൻ്റെ ഒരു വർക്കൗട്ട് ഷെഡ്യൂള്. അപ്പോൾ അതിനകത്ത് മാക്സിമം എന്താ പറയുക ഹിറ്റ് ചെയ്യാൻ, അതിനകത്ത് മാക്സിമം പുഷ് ചെയ്യാനാണ് ഞാൻ മാക്സിമം ശ്രമിക്കാറുള്ളത്. കാരണം എസ്പെഷ്യലി ഇപ്പം ഈ ഒരു സ്ഥലത്ത് ഇതൊരു വലിയ ജിം അല്ലാത്തതുകൊണ്ട് എനിക്ക് അങ്ങോട്ട് പ്രോപ്പറായിട്ട് പുഷ് ചെയ്യാനൊന്നും എനിക്ക് പറ്റാറില്ല. പക്ഷേ ഫൈൻ, നമുക്ക് പറ്റാവുന്ന അല്ലെങ്കിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന ചില എക്സസൈസ് അല്ലെങ്കിൽ ചില വർക്കൗട്ടുകൾ ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അതാണ് മെയിനായിട്ടും ഞാൻ ചെയ്യുന്നത്. മെയിനായിട്ടും ഞാൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ടും കോമ്പൗണ്ട് മൂവ്മെൻറ്റുകളാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഞാനിപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബെഞ്ച് പ്രസ്സാണ്. അപ്പോൾ ബെഞ്ച് പ്രസ് എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരു ഞാനൊരു 100 kg അല്ലെങ്കിൽ ഒരു 150 kg ഒന്നും എടുത്ത് ലിഫ്റ്റ് ചെയ്യുന്ന ഒരാളല്ല. എസ്പെഷ്യലി ഞാനൊരു വെയിറ്റ് അല്ലെങ്കിൽ ഒരു ഓവർ വെയിറ്റ് ലിഫ്റ്റർ അല്ല. അല്ലെങ്കിൽ എനിക്ക് ബോഡി വെയിറ്റ് കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഫ്രീ വെയ്റ്റ്സ് കൊണ്ട് ഞാൻ വർക്കൗട്ട് ചെയ്യുന്ന ഒരാളല്ല. ഞാൻ മാക്സിമം ബോഡി വെയ്റ്റ് ട്രെയിനിങ് ആണ് എനിക്ക് പേഴ്സണലി ഇഷ്ടം. ഇപ്പം സ്ക്വാട്ട് ആയിക്കോട്ടെ അല്ലെങ്കിൽ പുഷപ്സ് ആയിക്കോട്ടെ, പുള്ളപ്പ് ഞാൻ എടുക്കാൻ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. പക്ഷേ കുറച്ചുകൂടി ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാനുണ്ട് പുള്ളപ്പിനകത്ത്. പക്ഷേ ഫൈൻ, നമുക്കത് എന്താ പറയുക, കുറച്ചുകൂടി നമുക്കൊന്ന് ബെറ്റർ ആക്കാൻ നമുക്ക് നോക്കാം ഇൻ ഫ്യൂച്ചർ. അപ്പം ഞാനിവിടെ ബെഞ്ച് പ്രസ്സാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ 2 സെറ്റ് ഞാൻ ചെയ്തു. ലാസ്റ്റ് സെറ്റ് അല്ലെങ്കിൽ മൊത്തം എൻ്റെ 4 സെറ്റ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു സെറ്റിനകത്ത് 4 സെറ്റ് ഉണ്ട്. അതിനകത്ത് മാക്സിമം 12 to 6 to 12 ഫെയിലിയർ ആവുന്ന രീതിയിലാണ് ഞാൻ മാക്സിമം വർക്കൗട്ട് ചെയ്യാറ്. അപ്പോൾ എൻ്റെ പുഷ് ഡേയിൽ മെയിൻലി എനിക്ക് ചെസ്റ്റ്, അതുപോലെ തന്നെ ട്രൈസെപ്സ്, അതുപോലെ തന്നെ ഷോൾഡർ, ഈ 3 വേരിയേഷനാണ് ഞാൻ, അല്ലെങ്കിൽ ഈ ഒരു 3 മസിൽ ഗ്രൂപ്പിന് വേണ്ടിയിട്ടാണ് ഞാൻ വർക്കൗട്ട് ചെയ്യുന്നത് മെയിനായിട്ടും. ഇവിടെ നമുക്ക് ഫെസിലിറ്റീസ് ഇല്ലെങ്കിൽ ഈ ഒരു എന്താ പറയുക ഒരു ഏരിയയിൽ, ഈ ജിം ഏരിയയിൽ അല്ലെങ്കിൽ വർക്കൗട്ടിങ് ഏരിയ നമുക്ക് അങ്ങനെ വിശേഷിപ്പിക്കാതെ തന്നെ, അല്ലെങ്കിൽ അങ്ങനെ നമുക്ക് പറയാം. ഈ ഏരിയയിൽ നമുക്ക് കുറച്ച് ഫ്രീ വെയ്റ്റ്സും കുറച്ച് ബാർബെല്ലും കുറച്ച് ഡംബൽസും മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്താ പറയുക കുറച്ച് ബുദ്ധിമുട്ടല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു മെഷീൻ അങ്ങനെയൊന്നുമില്ല. മെയിൻലി ഞാൻ ഡിപ്പെൻഡ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കോമ്പൗണ്ട് മൂവ്മെൻറ്റ്സിനെയാണ്. ബെഞ്ച് പ്രസ് ആയിക്കോട്ടെ, ഇപ്പം ഇനി ലെഗിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഉദാഹരണം പറഞ്ഞാൽ സ്ക്വാട്ട്സ്, അതുപോലെ ഡെഡ് ലിഫ്റ്റ്, അതുപോലെയുള്ള കാര്യങ്ങൾ, അതുപോലെ RDL, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഞാൻ ഇനി ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എൻ്റെ പുഷ് ഡേയിൽ ഞാൻ ചെസ്റ്റിന് വേണ്ടിയിട്ട് 2 വർക്കൗട്ടാണ് മെയിനായിട്ടും. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബെഞ്ച് പ്രസ്, രണ്ടാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡംബൽ ഫ്ലൈസ്. ഈ 2 വർക്കൗട്ടുകളാണ് ഞാൻ മെയിനായിട്ടും യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് എൽസിറ്റിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. എന്താണെന്ന് അറിയാൻ പാടില്ല, ജസ്റ്റ് ഞാൻ എൽസിറ്റ് ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അതായത് മെയിനായിട്ട് കാലിസ്തനിക്സ്.
കാലിസ്റ്റനിക്സിനകത്ത് കുറച്ച് ഇമ്പ്രൂവ്മെൻറ്റ് എനിക്ക് ലൈക്ക് ഞാൻ ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു ഫീൽഡാണ് കാലിസ്റ്റനിക്സ്. കാരണം എനിക്ക് ബോഡി വെയ്റ്റ് അല്ലെങ്കിൽ വെയ്റ്റ് ട്രെയിനിങ്ങിനെക്കാട്ടിലും എനിക്കിഷ്ടം കാലിസ്റ്റനിക്സ് ചെയ്യാനാണ്. ബട്ട് ഞാൻ അതിനകത്ത് ഒരു ബെറ്റർ ആണെന്നല്ല ഞാൻ പറയണത്, പക്ഷേ എനിക്ക് അത് ഭയങ്കര ഇഷ്ടമാണ് ആക്ച്വലി കാലിസ്റ്റനിക്സ്. അപ്പോൾ ലൈക്ക് എൻ്റെ ചെസ്റ്റ് വർക്കൗട്ട് കഴിഞ്ഞു. ഇനി ഞാൻ തുടങ്ങുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ട്രൈസെപ്സ് വർക്കൗട്ടാണ്. അപ്പോൾ ട്രൈസെപ്സിന് ഞാൻ 2 വർക്കൗട്ട് തന്നെയാണ് ഞാൻ ഫോളോ ചെയ്യുന്നത്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കൽ ക്രഷേഴ്സും, രണ്ടാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാർബൽ റിവേഴ്സ് കേളാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ മെയിനായിട്ടും അത് ചെയ്യുന്നതെന്ന് വെച്ചാൽ റേഡിയസ് ബ്രാക്കിയാലിസിന് വേണ്ടിയിട്ടാണ് ഞാൻ ആ ഒരു വർക്കൗട്ട് ചെയ്യുന്നത്. ലൈക്ക് ഈ ഒരു വർക്കൗട്ട് ഞാൻ 3 സെറ്റാണ് ചെയ്യാറ്, അല്ലെങ്കിൽ 3 സെറ്റിനകത്ത് മാക്സിമം 8 to 12 റെപ്സിനകത്ത് ഫെയിലിയർ ആകുന്ന രീതിയിൽ. ലൈക്ക് അഥവാ ഫെയിലിയർ ആയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ മാക്സിമം 1 റെപ്പ്, അതായത് നമ്മുടെ ഒരു 13ാമത്തെ ഒരു റെപ്പും കൂടെ എടുക്കും. ലൈക്ക് 13ാമത്തെ റെപ്പിൽ ഫെയിലിയർ ആവുന്ന രീതിയിൽ മാക്സിമം കൺട്രോൾഡായിട്ട് ചെയ്യാൻ നോക്കും ഞാൻ മാക്സിമം. ലൈക്ക് ഇപ്പം ഞാൻ എനിക്ക് ആക്ച്വലി എൻ്റെ ഫേസ് എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം ഞാനിപ്പോൾ ആദ്യമായിട്ട് ക്യാമറ വെച്ച് ഞാൻ എൻ്റെ വീഡിയോസ് ഷൂട്ട് ചെയ്യുന്ന ടൈമിൽ എനിക്ക് കുറച്ച് എങ്ങനെയൊക്കെ ആംഗിൾ സെറ്റ് ചെയ്യണമെന്ന് എനിക്ക് അറിയില്ല. ലൈക്ക് ഐ എം റിയലി സോറി. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റേഡിയസ് ബ്രാക്കിയാലിസിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ വർക്കൗട്ട് ചെയ്യുന്നത്. മെയിനായിട്ട് നമ്മുടെ എന്താ പറയുക ഇവിടെ ഉള്ളത്, അതായത് നമ്മുടെ ഫോർ ആംസിലെ സൈഡ് മസിൽസിന് വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യാറ് ആ ഒരു വർക്കൗട്ട്. അപ്പം നെക്സ്റ്റ് വീണ്ടും ഞാൻ അടുത്ത വർക്കൗട്ടിലേക്ക് ഞാൻ മാറിയിട്ടുണ്ട്, നമ്മുടെ ഷോൾഡറിന് വേണ്ടിയിട്ടുള്ളത്. അപ്പം ഷോൾഡർ വർക്കൗട്ടാണിത്, അതായത് നമ്മുടെ ഷോൾഡർ പ്രസ്. ഇതും അതുപോലെ തന്നെയാണ്. ഞാൻ മാക്സിമം 8 to 12 റെപ്പിനകത്ത് ഫെയിലിയർ ആകുന്ന രീതിയിൽ, അഥവാ ഫെയിലിയർ ആയില്ല എന്നുണ്ടെങ്കിൽ അടുത്തൊരു റെപ്പും കൂടെ എടുക്കും, 13ാമത്തെ റെപ്പ്. അതിനകത്ത് ഫെയിലിയർ ആയില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും ഒരു റെപ്പും കൂടെ എടുക്കും. അങ്ങനെ എപ്പോഴാണോ അല്ലെങ്കിൽ എൻ്റെ ഒരു ഫെയിലിയർ റേറ്റ് എപ്പോഴാണോ അവിടെ ഞാനത് സ്റ്റോപ്പ് ചെയ്യും. അപ്പം നമുക്ക് എന്ത് പറ്റും, കുറച്ചുകൂടി നമുക്ക് എപ്പോഴും എനിക്ക് നിങ്ങളോട് ഇപ്പം ഈ ഒരു വീഡിയോ കാണുന്ന ആൾക്കാരോട്, ഇപ്പം നിങ്ങളിപ്പോൾ ജിമ്മിൽ വർക്കൗട്ട് ചെയ്യാൻ പോകുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം നിങ്ങൾ ഫെയിലിയറിലേക്ക് നിങ്ങളുടെ വർക്കൗട്ട് എത്തിക്കുക. അപ്പോഴാണ് നമ്മുടെ മസിൽ ഹൈപ്പോട്രോഫി അവിടെ എൻഗേജ് ആകുന്നതും, അല്ലെങ്കിൽ ആ മസിൽ ഹൈപ്പോട്രോഫി അവിടെ ആ ഒരു എന്ന് വെച്ചാൽ അവിടെ ഒരു ഇത് വേണം, അല്ലെങ്കിൽ അവിടെ ഒരു നമ്മുടെ എന്താ പറയുക നമ്മുടെ മസിൽ അത്യാവശ്യം ഇത് ചെയ്യണം, ടെൻഷൻ വരണം. എന്നാൽ മാത്രമാണ് നമുക്ക് അവിടെ ഒരു പ്രോപ്പർ എന്താ പറയുക മസിൽ ഗ്രോത്ത് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇവിടെ ഞാൻ 2 സെറ്റാണ് ഞാൻ ചെയ്തത്. നമ്മുടെ എന്താ പറയുക നമ്മുടെ ഷോൾഡർ പ്രസ് 2 സെറ്റ് ഞാൻ ചെയ്തുള്ളൂ. അതിനകത്ത് മാക്സിമം ആ 2 സെറ്റിലും മാക്സിമം ഫെയിലിയർ ആവുന്ന രീതിയിൽ ഞാൻ ചെയ്തു. അതിനുശേഷം അടുത്ത വർക്കൗട്ടിലേക്ക് പോയി. വീണ്ടും ഇവിടെ എനിക്ക് കറക്റ്റായിട്ടൊരു ആംഗിൾ കിട്ടിയില്ല ക്യാമറ വയ്ക്കാനായിട്ട്. ബട്ട് ഫൈൻ, ഞാൻ അപ്രൈറ്റ് ഡ്രോ ആണ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ ഷോൾഡറിൻ്റെ സെക്കൻഡ് വർക്കൗട്ടാണിത്. ഇതും ഞാൻ അതുപോലെ തന്നെയാണ് ഫെയിലിയർ വരെ, അതായത് നമുക്ക് മാക്സിമം എൻ്റെ ഒരു ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത് മെയിനായിട്ടും. അതായത് നമുക്ക് ഫെയിലിയർ ആയില്ല എന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ഒരു റെപ്പും കൂടെ എടുത്തിട്ട് ഫെയിലിയർ ആക്കുക, മാക്സിമം കൺട്രോൾ ചെയ്യുക, മാക്സിമം കൺട്രോൾ റെപ്പ് ചെയ്യുക, എന്നിട്ട് മാക്സിമം ഫെയിലിയറിലേക്ക് എത്തിക്കുക. അതാണ് എൻ്റെ ഒരു സ്ട്രാറ്റജി. അപ്പം ഇതാണ് എൻ്റെ ലാസ്റ്റ് വർക്കൗട്ട്. അപ്പം ഇതോടുകൂടി എൻ്റെ പുഷ് ഡേ കഴിഞ്ഞു. അപ്പോൾ ഇതുവരെ നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ താങ്ക് യു. അപ്പം നമുക്ക് നാളെ വരാം ഫുൾ ഡേ ആയിട്ട്, അതായത് ബാക്കും അതുപോലെ തന്നെ ബൈസെപ്സും നാളെ ആയിരിക്കും ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോ നാളെ വരും. അപ്പം ബൈ.